അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതായി നാം കാണുകയുണ്ടായി. മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ എല്ലാ വ്യക്തികളും ഉസ്താദിനെ പ്രശംസിച്ചു. എന്തിനായിരുന്നു അത്? നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി തൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ മോചനത്തിനായി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് താൽക്കാലികമാണെങ്കിലും വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് കേരളം മൊത്തം എവിടെ നോക്കിയാലും, ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ടെലിവിഷനിലും എവിടെ നോക്കിയാലും നാം കാണുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും നന്മയെ പറയാനുള്ളത്, എന്നാൽ ചിലർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. സംഘികൾ, കൃസംഘികൾ, അങ്ങനെ തുടങ്ങിയ പലർക്കും വെറുപ്പിൽ ഉൽപ്പാദന സംഘങ്ങളാണിവർ. കാന്തപുരം ഉസ്താദ് തികച്ചും മാനുഷികമായ നിലയിൽ നടത്തിയ ഒരു ഇടപെടൽ ഇക്കൂട്ടരെ വിളർപിടിപ്പിക്കാൻ കാരണമുണ്ടായി. നിമിഷപ്രിയയുടെ വധം ചൂണ്ടിക്കാട്ടി ഇസ്ലാമോ ഫോബിയ വളർത്താൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ. അതാണ് കാന്തപുരം ഉസ്താദ് ഒരൊറ്റ ഫോൺ കോളിലൂടെ ഇല്ലാതാക്കിയത്. ഇസ്ലാം മുസ്ലിമീങ്ങളല്ലാത്തവരുടെ മുഴുവൻ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്നവരാണെന്നും 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗോത്ര നിയമങ്ങളാണ് ഖുർആനുള്ളതെന്ന് പ്രചരിപ്പിച്ചിരുന്നവർ യുവതിയെ വധശിക്ഷയ്ക്ക് നിന്ന് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട 2 പണ്ഡിതന്മാരാണ് ഇടപെടുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെ അവർക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇത് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊരു അവസരമായിട്ടാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് ഈ വിദ്വേഷവും ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കലും ഇതിലൂടെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അത് ആ ഒരു ദേഷ്യം തന്നെയായിരുന്നു ഇത്തരം സംഘികളും കൃസംഘികളും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇതല്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട്. അവരാരാണ്? അത് മുസ്സംഘികളായി അറിയപ്പെടുന്ന ചില ആളുകൾ. അവർക്ക് കാന്തപുരം ഉസ്താദ് എന്നോ വെറുപ്പാണ്. ഉസ്താദിനോട് വല്ലാത്ത വെറുപ്പാണ് അവർക്ക്. ആ വെറുപ്പ് അവർ പല രൂപത്തിലും പ്രകടിപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ വധിക്കപ്പെട്ട സഹോദരനെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ഓഫറുകൾ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, കാന്തപുരത്തിൻ്റെ പേര് പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഇത്ര സംഖ്യ തരാമെന്ന് വരെ ഓഫർ കൊടുത്തുകൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരു സഹോദരനെ ഇവർ ബന്ധപ്പെടുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് ഈ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കാന്തപുരം ഉസ്താദിൻ്റെ പേര് വരരുത്. കാന്തപുരം ഉസ്താദ് ആദ്യമേ പറയുന്നു, ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഇതിൽ കേരള സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാർ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം കൈവിട്ടെടുത്തുനിന്നാണ് കാന്തപുരം ഉസ്താദ് തൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലൂടെ ഈ ഒരു മോചനത്തിൻ്റെ ചർച്ച കൂടുതൽ എളുപ്പത്തിലാക്കി കൊണ്ടുവന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ സംഘികൾക്കും കൃസംഘികൾക്കും അത് സഹിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾക്കും സഹിക്കാൻ കഴിയില്ല. അങ്ങനെ മുസഖികളിൽപ്പെട്ട റാവുത്തർമാരെ പോലത്തെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. എന്നാൽ ചില കള്ള സൂഫിയാക്കളും അതിൻ്റെ അനുയായികളും ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊന്നും വന്ന് പറയുന്നതല്ല, മറിച്ച് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കരഞ്ഞു തീർക്കാൻ അവർ ചില ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വാട്സപ്പിലെ ചില ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഈ കള്ളസൂഫികളിൽപ്പെട്ട കുരുവട്ടൂരികളിൽപ്പെട്ട ആളുകൾ അത് ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഈ കുരുവട്ടൂർ വിഭാഗത്തിലെ പ്രമുഖ വ്യക്തികളിൽപ്പെട്ട ഒരാൾ ഈ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പോസിറ്റീവായ മെസ്സേജുകൾ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനെ ഗണ്ണിച്ചു കൊണ്ടുവരാൻ ചില റാവുത്തർമാരും അതുപോലെ തന്നെ സംഘികളും കൃസംഘികളും പടച്ചുവിടുന്ന ചില ലിങ്കുകൾ കൊണ്ടുവന്ന് നടക്കുന്നു. ആ ഒരു ദേഷ്യം അവിടെ തീർക്കുകയാണ്. കാന്തപുരം ഉസ്താദ് തങ്ങളുടെ മശായിഖന്മാരിൽ നിന്ന് കൈവിട്ടുപോയ ആളായതുകൊണ്ട് ഇനി കാന്തപുരം ഉസ്താദ് ഉയർന്നുകൂടാ എന്ന് ചിന്തിച്ച് എന്തെല്ലാമോ ഇവർ കാട്ടിക്കൂട്ടുന്നു. അതിനെ സംഘികളുടെയും മുസ്സംഘികളുടെയും കൃസംഘികളുടെയും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് നടക്കും. ആ ഒരു അരിശം പോരാഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. കാന്തപുരം ഉസ്താദിനെ മുക്തകണ്ഠം പ്രശംസിച്ച ഫേസ്ബുക്കിലെ ചില കമൻറ്റുകൾ സ്ക്രീൻഷോട്ടാക്കിക്കൊണ്ട് ഗ്രൂപ്പിൽ പോസിറ്റീവായിട്ട് ഇടുമ്പോൾ അവിടെയും ചില ആളുകൾ വന്നുകൊണ്ട് മതങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പരിഹസിക്കുന്ന ചില കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. ഈ കോലത്തിലാണ് ഇന്ന്
സംഘികളും ക്രസംഗികളും മുസ്സംഗികളും അതുപോലെ തന്നെ കള്ളസൂഫിയാക്കൾ അവരുടെ അനുയായികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം ലോകം തിരിച്ചറിയണം. ഇത് ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം. ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏത് മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം വിഷജന്തുക്കളെ നാം അകറ്റി നിർത്തുക തന്നെ വേണം. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നാം രക്ഷപ്പെടുത്തണം. ഇങ്ങനെ വർഗീയതയും കലാപവും ഉണ്ടാക്കി ഇവിടെ രാജ്യം കലുഷിതമാക്കി മാറ്റാനാണെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇന്ത്യ അത് എല്ലാവരുടെയും ആണെന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.